ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ 12ാമത്തെ വീഡിയോ. ആ ചാപ്റ്ററിന്റെ ലാസ്റ്റ് വീഡിയോ ആണിത്. ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ചോദ്യങ്ങളാണ്. റൈറ്റ് ഫോർ അരിത്തമാറ്റിക് സീക്വൻസ് വിത്ത് സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് 100. സം ഓഫ് 4 ടേംസ് 100. അപ്പൊ നോക്കിയേ, x1ഉം x2ഉം x3ഉം x4ഉം കൂടി ആഡ് ചെയ്ത 100 വരണം. ആ തരത്തില് എത്ര സീക്വൻസ് എഴുതണം? 4 സീക്വൻസ്. ഫസ്റ്റ് 4 റൈറ്റ് 4 അരിത്തമാറ്റിക് സീക്വൻസ് വിത്ത് സം ഓഫ് 4 ടേംസ് 100. അപ്പോൾ നോക്കിയേ, ഫോർ ടേംസിന്റെ സം 100 ആണെങ്കിൽ x1ഉം x4ഉം ആഡ് ചെയ്യുന്നതും x2 x3 ആഡ് ചെയ്യുന്നതും ഈക്വൽ ആണല്ലോ. അപ്പോൾ x1 പ്ലസ് x4 എത്ര വരണം? 100ന്റെ പകുതി 50 വരണം അല്ലേ? അപ്പോ x1 പ്ലസ് x4ഉം x2 പ്ലസ് x3യും 50 വരണം. അപ്പൊ ഇത് രണ്ടും കൂട്ടിയാൽ 50 വരണം. അപ്പൊ ഇത് രണ്ടും കൂട്ടിയാൽ 50 ആണെങ്കിലേ നമുക്ക് ഇഷ്ടമുള്ള എടുക്കാമല്ലോ. കോമൺ ഡിഫറൻസ് ഏത് വേണമെങ്കിലും എടുക്കാം. ഇത് രണ്ടും കൂട്ടിയാൽ 50 ആണെങ്കിൽ ഒരെണ്ണം 20 ആണെങ്കിൽ അടുത്ത 30 വരണ്ടേ? അപ്പോൾ അതേ 4 ടേമിൽ ഇത് 20 എടുത്തു, അപ്പോൾ 30 വരണം. അപ്പോൾ ഇത് എത്ര വരും? 30 വരും. 20 30. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്ര വരും? 20 പ്ലസ് 10 ആണ് 30. അപ്പോൾ ഇവിടെയും 30 പ്ലസ് 10 40. ഇവിടെ 20 മൈനസ് 10 10. അപ്പോൾ 10 20 30 40. ക്ലിയർ ആയോ പറഞ്ഞത്? 4 ടേംസിന്റെ സം 100 ആണെങ്കിൽ 4 ടേംസിനെ 2 പെയറായിട്ട് എടുക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റും ലാസ്റ്റും ആഡ് ചെയ്യുന്നു. അതായത് സം ഓഫ് ദി പൊസിഷൻസ് ഈക്വൽ ആണെങ്കിൽ സം ഓഫ് ദി ടേംസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ x1ഉം x4ഉം ആഡ് ചെയ്യുന്നത് തന്നെയാണ് x2ഉം x3 ആഡ് ചെയ്യുന്നത്. 2 + 3 5, 1 + 4 5. അപ്പോൾ പൊസിഷന്റെ സം ഈക്വൽ ആയതുകൊണ്ട് സം ഓഫ് ടേംസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ 4 ടേമിന്റെ സം 100 ആണെങ്കിൽ ഒരു പെയറിന്റെ സം 100ന്റെ ഹാഫ് 50. അപ്പോൾ x2ഉം x3യും കൂടി ആഡ് ചെയ്താൽ 50 കിട്ടും. അപ്പോൾ രണ്ടിന്റെയും കൂടി സം 50 ആണെങ്കിൽ ഒരെണ്ണം 20 എടുത്താൽ അടുത്ത് 30. ഇഷ്ടമുള്ള എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് 20 ഞാൻ എടുത്തു, അപ്പോൾ അടുത്ത് 30 വരണം. കാരണം രണ്ടും കൂടി ആഡ് ചെയ്താൽ 50 വരണ്ടേ? അപ്പോൾ 20യും 30 എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ കോമൺ ഡിഫറൻസ് 30 മൈനസ് 20 10 ആയി. അപ്പോൾ 10 ഇങ്ങോട്ട് കുറച്ചു, 10 അങ്ങോട്ട് കൂട്ടി. അതുപോലെ വേറെ ഒരെണ്ണം എഴുതാം. ഞാൻ ഒരെണ്ണം 22 എന്ന് എടുത്തു. രണ്ടിന്റെ സം 50 തന്നെ വരണമല്ലോ. അപ്പോൾ 22 ആണെങ്കിൽ എത്ര വരണം? 28 വരണം. ഓക്കെ. അപ്പോൾ ഇത് 28ഉം ഇത് 22 ആകുമ്പോൾ കോമൺ ഡിഫറൻസ് 22 6ആണ് 28. അപ്പോൾ 6 കുറയ്ക്കണം. 22 6 കുറച്ചാൽ 16. 28ന്റെ കൂടെ 6 കൂട്ടിയാൽ 34. അപ്പോൾ വേറെ ഒരു അരിത്തമാറ്റിക് സീക്വൻസ് കിട്ടി. 16 22 28 34. ക്ലിയർ ആയോ പറഞ്ഞത്? വേറെ ഒരെണ്ണം 22 24 എടുത്തു. ഞാൻ ഇഷ്ടമുള്ള എടുക്കാം കേട്ടോ. ഒരെണ്ണം 24 എടുത്തു. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എത്ര വരണം? 50 വരണം. അപ്പോൾ 24 26 ആണ് 50. അപ്പോൾ ഇവിടെ 26 വരും. കോമൺ ഡിഫറൻസ് എത്രയാ? 24ഉം 2ഉം 26. അപ്പോൾ 2 കോമൺ ഡിഫറൻസ്. ഇപ്പോൾ 2 ഇങ്ങോട്ട് കുറയ്ക്കുക, 2 അങ്ങോട്ട് കൂട്ടുക. ഇപ്പോൾ 22 24 26 28. 4 എഴുതാനോ പറഞ്ഞോ? പറഞ്ഞോടെ ഇതാ ഞാൻ 23 എടുത്തു. വരെ 23. അപ്പോൾ സം 50 വരണമെങ്കിൽ ഇവിടെ എത്ര വരണം? 27 വരണം. അപ്പോൾ 23ഉം 4ഉം ആണ് 27 അല്ലേ? കോമൺ ഡിഫറൻസ് ഇപ്പോൾ 4 ആണ്. അപ്പോൾ 21 4 കുറച്ചു, 27ന്റെ കൂടെ 4 കൂട്ടി. അപ്പോൾ അതെ 4 അരിത്തമാറ്റിക് സീക്വൻസ്. ഇഷ്ടം പോലെ അരിത്തമാറ്റിക് സീക്വൻസ് എഴുതാട്ടോ. നമ്മൾ എളുപ്പത്തിലുള്ള ഒരു 4 എഴുതിയെന്നുള്ളൂ. അപ്പോൾ സം ഓഫ് 4 ടേംസ് 100 വരുന്ന 4 അരിത്തമാറ്റിക് സീക്വൻസ് എഴുതാൻ പറഞ്ഞ് നമ്മൾ എഴുതി. ഇത്രയേ ഉള്ളൂ. അതിന്റെ ആൻസർ ഇഷ്ടം പോലെ എഴുതാം. ഓക്കെ. വേറൊരു ക്വസ്റ്റ്യൻ. ദി ഫസ്റ്റ് ടേം ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് ഈസ് 5 and the sum of first 6 terms is 105. Write the first 6 terms. ഇതുപോലെ തന്നെ the first term of an arithmetic sequence 5 ആണ്. x1 5 ആണ്. അപ്പോൾ x1 plus x2 plus x3 plus x4 plus x5 plus x6 105. അങ്ങനെയാണെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? റൈറ്റ് ദി ഫസ്റ്റ് 6 ടേംസ്. ആദ്യത്തെ അറിയാവുന്ന ഏതാണ്? ഫസ്റ്റ് ടേം 5 ആണ്. അപ്പോൾ ഇവിടെ 5 ആണ്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്നത് തന്നെയായിരിക്കും ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്നത്. അത് തന്നെയായിരിക്കും ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്നത്. കാരണം 6 ടേംസ് ഉണ്ടെങ്കിൽ 6ന്റെ പകുതി 3 പെയേഴ്സ് ഉണ്ടാവും. ഓരോ പെയറിന്റെ സം എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. 3 പെയറിന്റെ സം 105. അപ്പോൾ ഒരു പെയറിന്റെ സം എത്രയായിരിക്കും? 105/3. എത്രയാ? 35. കാര്യം മനസ്സിലായോ? ആദ്യത്തെയും ലാസ്റ്റും ആഡ് ചെയ്യുന്നത് തന്നെയാണ് സെക്കൻഡ് ലാസ്റ്റും തേർഡ് ലാസ്റ്റും. അപ്പോൾ ഈ ഓരോ 3 പെയറായിട്ട് എടുത്ത് കഴിയുമ്പോൾ ഒരു പെയറിന്റെ സം കാണാൻ ആകെ സമ്മിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റും ലാസ്റ്റും ആഡ് ചെയ്താൽ കിട്ടുന്നത് 35 ആണ്. അതിൽ ഫസ്റ്റ് നമ്പർ 5 ആണെന്നറിയാം. അപ്പോൾ ലാസ്റ്റ് നമ്പർ കാണാൻ എന്ത് ചെയ്താൽ മതി? 5 + 30 35. അപ്പോൾ x6 എന്ന് പറയുന്നത് 35 - 5 that is 30. അപ്പോൾ ഫസ്റ്റ് ടേം 5 ആണെങ്കിൽ ലാസ്റ്റ് ടേം 30 ആണ്. ഇനി കോമൺ ഡിഫറൻസ് എഴുതാലോ.
കോമൺ ഡിഫറൻസ് ആണ് എന്ത് ചെയ്യണം? x6 മൈനസ് x1 ബൈ 6 മൈനസ് 1. ആറാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം കുറച്ചിട്ട് 6 മൈനസ് 1 ധരിക്കുക. ആറാമത്തെ പദം 30 ആണ്, ഒന്നാമത്തെ പദം 5 ആണ്. അപ്പോൾ 30 നിന്ന് 5 കുറച്ചിട്ട് 6 മൈനസ് 1 5 ആണ്. അപ്പോൾ 25 ബൈ 5 5 എന്ന് കിട്ടി. അപ്പോൾ 5 ആണ് കോമൺ ഡിഫറൻസ്. അപ്പോൾ ഇനി ഏറ്റവും സീക്വൻസ് ചെയ്താലോ? ഇത് 5 പ്ലസ് 5 10, 10 പ്ലസ് 5 15, 15 പ്ലസ് 5 20, 20 പ്ലസ് 5 25, 25 പ്ലസ് 5 30. അടുത്ത സീക്വൻസ് ആയി. ക്ലിയർ ആയാ പറഞ്ഞത്? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദി സം ഓഫ് 7th and 8th term of an arithmetic sequence is 50. ഏഴാമത്തെയും എട്ടാമത്തെയും ടേംസ് കൂട്ടിക്കഴിഞ്ഞാൽ 50 കിട്ടും. ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 14 ടേംസ്. ആദ്യത്തെ 14 ടേംസിന്റെ സം കാണാനാണ്. x7 പ്ലസ് x8 50 ആണ്. ഈ അരിത്തമാറ്റിക് സീക്വൻസിന്റെ ഏഴാമത്തെ എട്ടാമത്തെയും കൂട്ടിക്കഴിഞ്ഞാൽ 50 കിട്ടും. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 14 ടേംസിന്റെ സം, അതായത് x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 പ്ലസ് x6 പ്ലസ് x7 പ്ലസ് x8 പ്ലസ് അങ്ങനെ 14ാമത്തെ ടേം വരെയുള്ള ടേമിന്റെ സം. ഇവിടെ നോക്കിക്കേ, 14 ടേം എടുക്കുമ്പോൾ 7ഉം 8ഉം നടുക്ക് വരുന്ന ടേംസാണ്. അപ്പോൾ ഈ രണ്ട് ടേംസിന്റെ സം 50 ആണ്. ഓക്കെ, അപ്പോൾ ഇത് 50 ആണ്. ഇത് തമ്മിൽ ആഡ് ചെയ്താൽ കിട്ടുന്നത് എത്രയായിരിക്കും? x6ഉം x9ഉം 50 ആയിരിക്കും, x5ഉം x10ഉം 50 ആയിരിക്കും. അങ്ങനെ ഓരോ പേരെടുത്ത് x1ഉം x14ഉം 50 ആയിരിക്കും. അതായത് ഏഴാമത്തെയും എട്ടാമത്തെയും കൂട്ടിയാൽ 50 ആണെങ്കിൽ ആദ്യത്തെയും അവസാനത്തെയും കൂട്ടിയാലും 50 ആണ്. കാരണം അങ്ങനെ പെയർ വൈസ് എടുക്കുമ്പോൾ അതിൻ്റെ എല്ലാം സം 50 ആയിരിക്കും. അപ്പോൾ 14 ടേമുണ്ട്. ആകെ എത്ര പേരുണ്ട്? 7 പേരുണ്ട്. 7 ജോഡിയുണ്ട്. ഒരു ജോഡിയുടെ സമ്മാണ് 50. അപ്പോൾ 7 ജോഡിയുടെ സം കാണാൻ എന്ത് ചെയ്താൽ മതി? 7 ഇൻറ്റു 50. 7 ഇൻറ്റു 50 എത്രയാ? 350. അപ്പോൾ ആദ്യത്തെ 14 ടേംസിന്റെ സം 350. 14 ടേംസിന്റെ സമ്മ കാണാൻ പറഞ്ഞത് ക്ലിയർ ആയ പറഞ്ഞത്. അതായത് ഈ 14 ടേംസിനെ പെയർ വൈസ് എടുക്കുക. ആദ്യത്തെയും അവസാനത്തെയും, രണ്ടാമത്തെ സെക്കൻഡ് ലാസ്റ്റും, മൂന്നാമത്തെ തേർഡ് ലാസ്റ്റ് അങ്ങനെ എടുത്ത് ഏഴാമത്തെയും എട്ടാമത്തെയും നടുക്കായിട്ട് വരും. അപ്പോൾ ഇത് 50 ആണെന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂട്ടിയാലും 50, ഇത് രണ്ടും കൂട്ടിയാലും 50, ഇത് രണ്ടും കൂട്ടിയാലും 50. അങ്ങനെ 14 ടേമുണ്ടെങ്കിൽ 7 പേർ, ഒരു പേരിന്റെ സം 50. അപ്പോൾ 7 പേരിന്റെ സം 7 ഇൻറ്റു 50 350. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോവാം. ഫൈൻഡ് ദി ഫസ്റ്റ് 3 ടേംസ് ഓഫ് each of the arithmetic sequence given below. First term is 30 and the sum of first 3 terms 300. First term is 30 and the sum of first 4 terms is 300. First term is 30 and the sum of first 5 terms 300. First term is 30 and the sum of first 6 terms is 300. അപ്പോൾ 4 പാർട്ടാണ് ഈ ചോദ്യത്തിലുള്ള. എല്ലാം ഏകദേശം ഒരുപോലെയുള്ളതാണ്. ആദ്യത്തെ ഫൈൻഡ് ദി ഫസ്റ്റ് 3 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദി ഗിവൺ ടേംസ്. അപ്പോൾ ഒന്നാമത്തെ ഫസ്റ്റ് 3 ടേംസ്. ഫസ്റ്റ് ടേം ഈസ് 30 ആൻഡ് സം ഓഫ് ഫസ്റ്റ് 3 ടേംസ്. ഓക്കെ, നോക്കാം. x1ഉം x2 x3 കൂടി ആഡ് ചെയ്താൽ 300 വരണം. ഫസ്റ്റ് ടേം എത്രയാണ്? 30. അപ്പോൾ x1 300 ആണെന്നറിയാം. അപ്പോൾ നടുക്കുള്ള ടേമാണ് x2. അപ്പോൾ 3 ടേമിന്റെ സമ്മിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് സെക്കൻഡ് ടേം ആണ്. അപ്പോൾ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ 100 ആണ്. അപ്പോൾ x1 30, ഇത് 100. അടുത്ത ടേം എഴുതാലോ. സോ given x1 30, then d equal to 100 minus 30 70. അപ്പോൾ 30 70 100, 100 70 170. അപ്പോൾ the arithmetic sequence is 30 100 170 etc. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, ഇതിന്റെ സെക്കൻഡ് പാർട്ടിട്ട് പോവാം. ഫസ്റ്റ് ടേം is 30 and sum of first 4 terms is 300. ആദ്യത്തെ 4 ടേമിന്റെ സം 300 എന്നാണ്. അപ്പോൾ നോക്കിയേ, സെക്കൻഡ് x1 30 ആണെന്നറിയാം. x1ഉം x2ഉം x3 x4ഉം കൂടി കൂട്ടിയാൽ 300 ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചേ, x1ഉം x4ഉം കൂട്ടുന്നത് തന്നെയാണ് x2 x3 ആഡ് ചെയ്യുന്നത്. അപ്പോൾ 2 പേരിന്റെ സം 300 ആണ്. അപ്പോൾ ഒരു പേരിന്റെ സം x2 പ്ലസ് x3 എന്ന് പറയുന്നത് 300 by 2, that is 150. അപ്പോൾ x2 പ്ലസ് x3 150 ആണ്. x1 പ്ലസ് x4ഉം 150 ആണ്. കാരണം പറഞ്ഞ മനസ്സിലായോ? 4 ടേം എടുത്താൽ ഫസ്റ്റ് 1ഉം ലാസ്റ്റ് 1ഉം ആഡ് ചെയ്യുന്നത് തന്നെയാണ് സെക്കൻഡും സെക്കൻഡ് ലാസ്റ്റും ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിന്റെ സമ്മും ഈ രണ്ടെണ്ണത്തിന്റെ സം ഈക്വൽ ആണ്. അപ്പോൾ ഒരു പെയറിന്റെ സം 300 by 2, അതായത് 150. അപ്പോൾ x1 പ്ലസ് x4 150 ആണ്. അപ്പോൾ x4 കാണാൻ എന്ത് ചെയ്യണം? 150 x1 കുറയ്ക്കണം. അതായത് 30, x1 30 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 30 കുറയ്ക്കുക 120 എന്ന് പറഞ്ഞാൽ ഫോർത്ത് ടേം. അപ്പോൾ 2 ടേംസ് കിട്ടി. ഫോർത്ത് ടേം 120, ഫസ്റ്റ് ടേം 30. 2 ടേംസ് കിട്ടിക്കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് കാണാമല്ലോ.
അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഫോർത്ത് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറച്ചിട്ട് 4 - 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 120 - 30/3 അതായത് 90/3 അതായത് 30 ആണ് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ അരിത്തമാറ്റിക് സീക്വൻസ് എഴുതി കൂടെ? അരിത്തമാറ്റിക് സീക്വൻസ് നമുക്ക് എഴുതാം. കോമൺ ഡിഫറൻസ് കിട്ടി എന്താ ടേംസ് എഴുതാം. അപ്പോൾ 30 ആണ് ഫസ്റ്റ് ടേം, കോമൺ ഡിഫറൻസും 30. അപ്പോൾ 30 + 30 60, 60 + 30 90, 90 + 30 120. അപ്പോൾ ടേംസ് എല്ലാം അങ്ങനെ എഴുതും. ദി ടേംസ് ആർ 30, 60 90 120. ഓക്കെ, അടുത്ത തേർഡ് വൺ. x1 30 ആണെന്നറിയാം. ആദ്യത്തെ 5 ടേമിന്റെ സം 300 വരണം. അപ്പോൾ ആദ്യത്തെ 5 ടേമിന്റെ ടേം 300 ആണ്. നടുക്കുള്ള ടേം 300/5 60 എന്ന് കിട്ടും. ഫസ്റ്റ് ടേം നമുക്കറിയാം 30 തന്നെ. ഫസ്റ്റ് ടേം 30 തന്നിട്ടുണ്ട്. x3 - x1/3 - 1 അതായത് 60യിൽ നിന്ന് 30 കുറച്ചിട്ട് 3 - 1 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാതായി 15. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 30യും 60യും കൂടി ആഡ് ചെയ്ത് ഹാഫ് എടുത്താൽ നടുക്കുള്ള ടൈം കിട്ടും. അങ്ങനെ എടുത്താലും മതി. അപ്പോൾ കോമൺ ഡിഫറൻസ് 15. അപ്പോൾ 13 30 30 15 45 45 15 60 60 15 75 75 15 90 അങ്ങനെ ടേംസ് ആണ് പോകും. അപ്പോൾ ദി സീക്വൻസ് ഈസ് 30 45 60 എക്സെട്ര. ക്ലിയർ ആയോ പറഞ്ഞത്? ഒരു പാർട്ടും കൂടി ഉണ്ട്. ഏതാണ് ഫോർത്ത് പാർട്ട്? ഫസ്റ്റ് ടേം ഈസ് 30 ആൻഡ് സം ഓഫ് ഫസ്റ്റ് 6 ടേംസ്. അപ്പോൾ ഫസ്റ്റ് ടേം 30 ആണ്. ആദ്യത്തെ 6 ടേമിന്റെ സം 300 ആണ്. അപ്പോൾ ആദ്യത്തെ 6 ടേമിന്റെ സം 300 ആകുമ്പോൾ ഇതിന്റെ പെയർ വൈസ് എടുക്കണം. ഓട് ഈവൻ നമ്പർ ആകുമ്പോൾ നമുക്ക് മിഡിൽ ടേം കിട്ടില്ല. അപ്പോൾ പെയർ വൈസ് x1ഉം x6ഉം തന്നെയാണ്. x2ഉം x5ഉം അത് തന്നെയാണ്. x3 x4ഉം. അപ്പോൾ x1ഉം x6ഉം ആഡ് ചെയ്താൽ കിട്ടുന്നത് 300/3 ദാറ്റ് ഈസ് 100. ഒരു പെയറിന്റെ സം, അതായത് 3 പെയറാണ് 6 ടേമുള്ള പെയർ. അപ്പോൾ ഒരു പെയറിന്റെ സം 300/3 100. അപ്പോൾ 6th ടേമും ഫസ്റ്റ് ടേമും കൂടി ആഡ് ചെയ്താൽ 100 ആണ്. ഓക്കെ, 6th ടേമും ഫസ്റ്റ് ടേം കൂടി ആഡ് ചെയ്താൽ 100 ആണ്. ഫസ്റ്റ് ടേം 30 ആണെന്നറിയാം. അപ്പോൾ 300 നിന്ന് 30 കുറയ്ക്കുക. വി ഗെറ്റ് 70 ഈസ് ദി 6th ടേം. അപ്പോൾ 2 ടേം കിട്ടി. 6th ടേം 70യും ഫസ്റ്റ് ടേം 30യും. അപ്പോൾ കോമൺ ഡിഫറൻസ് കാണാം. 6th ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ച് പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് കൂടി ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 70 - 30/6 - 1 അതായത് 5 അല്ലേ? ഫസ്റ്റ് ടേമിന് 6th ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ചിട്ട് 6 - 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 70യിൽ നിന്ന് 30 കുറച്ച് വന്നിട്ട് 6 - 1 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇപ്പോൾ 40/5 8 എന്ന കോമൺ ഡിഫറൻസ് കിട്ടി. കോമൺ ഡിഫറൻസ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ടൈംസ് ചെയ്താലോ? ഫസ്റ്റ് ടേം 30, അടുത്ത 30 + 8 38, 38 + 8 46, 46 + 8 54 എക്സെട്ര അങ്ങനെ പോകും. അപ്പോൾ അരിത്തമാറ്റിക് സീക്വൻസ് എഴുതി. കാര്യം മനസ്സിലായോ? അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പ്രോബ്ലം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.